ഏതാണേലും ശരി, അപ്പ എന്നെ കിട്ടുകയില്ല. വേണ്ടാത്ത പണിക്കൊന്നും എന്നെ കിട്ടുകയില്ല, ഉറപ്പാ. മുഖ്യമന്ത്രിയെ, അതും കേരളത്തിന്റെ. പിന്നെ നിന്നെ അങ്ങ് അമേരിക്കയിലെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ? നീ ഒന്ന് പോണ ചേർക്കാം. എന്നതാണേലും മുഖ്യമന്ത്രി പണി അത്ര മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. നീ പോടി അവിടുന്ന്. ഏടാ ഭൂലോകത്തെമ്മാടി, ഓരോരുത്തന്മാര് മന്ത്രി കസേല എത്തിയേച്ചാ തെമ്മാടിത്തരം കാട്ടാൻ പഠിക്കുന്നേ. നിനക്ക് എന്നതാണേലും അതിന്റെ ആവശ്യമില്ലല്ലോ. എന്നതായാലും ഇന്ന് കേരളം ഭരിക്കാൻ യോഗ്യൻ ഇവൻ തന്നെയാ. കുഞ്ഞന്നാമേ, ഞാൻ മോനെ, ഇക്കാര്യത്തിൽ നിന്റെ അപ്പൻ പറയുന്നത് നീ കേൾക്കണം. ഈ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കും പട്ടിണി പാവങ്ങൾക്കും വേണ്ടി നീ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അപ്പ, ഇത് പഴയ രാഷ്ട്രവും രാഷ്ട്രീയവും ഒന്നും അല്ല. ഇക്കാര്യത്തിൽ എന്നതായാലും ഞാൻ അനുസരണക്കേട് കാട്ടുവേ. മിണ്ടരുത് നീ. അനുസരിച്ചാൽ മാത്രം മതി. ഇക്കാര്യത്തിൽ നിന്റെ അപ്പം പറയുന്ന എന്തും. 60 വർഷത്തിലേറെ ഈ മണ്ണിൽ ജീവിച്ചിട്ടും താൻ സ്വപ്നം കണ്ട കേരളത്തിൽ ഒരു ദിവസം പോലും കഴിയാൻ ഒക്കാത്ത ദുഃഖത്തിൽ ചങ്ക് പൊട്ടി മരിച്ചില്ലേ നമ്മുടെ പാവം കുറുപ്പ്. അയാളും ഞാനും നിന്റെ അപ്പനും സ്വപ്നം കണ്ട കേരളം നിന്നിലൂടെ ഞങ്ങൾക്ക് കാണണം. ആ സമത്വ സുന്ദര കേരളത്തിന്റെ ഒരു സൂര്യോദയമെങ്കിലും കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് കണ്ണടയ്ക്കാൻ. അതുകൊണ്ട് കേരളം നീ ഭരിക്കണം. ഇടതെന്നും വലതെന്നും ഒക്കെ പറഞ്ഞ് ജാതിയെയും മതത്തെയും സമുദായങ്ങളെയും ഒക്കെ വെട്ടിക്കീറി പകുത്തെടുത്ത് കഴിഞ്ഞ 1/2 നൂറ്റാണ്ട് കാലത്തോളം ഈ കൊച്ചു കേരളത്തിൽ രാഷ്ട്രീയ തേർവാഴ്ച നടത്തിയ വർഗങ്ങൾക്കെതിരെ നീ ഒരു നിയോഗമായിട്ടാ മോനെ. എടാ തൊമ്മി, ഈ നാടിന്റെ മുഖ്യമന്ത്രി പദത്തില് നിനക്ക് വെറും 10 ദിവസം മാത്രമേ ഇരിക്കാൻ സാധിച്ചുള്ളെങ്കിൽ അത് മതി. വരും തലമുറകൾ പറയണം ഇങ്ങനെ ഒരു മുഖ്യം കേരളം ഭരിച്ചിരുന്നു എന്ന്. കലിയുഗ തിന്മകൾക്കെതിരെ നീ നയിക്കുന്ന അശ്വമേധത്തിന്റെ ഇടവും ബലവും ഞങ്ങളുണ്ടാവും. സത്യപ്രതിജ്ഞ നടക്കേണ്ടത് അവിടെയല്ല, ഇവിടെ ഞങ്ങളുടെ മുന്നിൽ. നമസ്കാരം. ഇളംകുളം ജോയ്, യൂത്ത് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി. അതെ സർ. ഇവരൊക്കെ പാർട്ടി അണികളാ അല്ലായോ? അതെ സർ. നിങ്ങളിൽ എത്ര പേരുണ്ട് ജോലിയുള്ളവര്? ഒന്ന് കൈപൊക്കിയാട്ടെ. സാർ, എന്താ ജോലി? ഞാൻ അവിടെ പ്യൂണാണ് സാർ. പ്രവർത്തന സമയമാ. വായി നോക്കിയേക്കാതെ പോയി പണിയെടുക്കണോ? അപ്പൊ നിങ്ങൾ ആരും പണിയില്ലാത്തവർ? ഞാനൊരു ആർട്ടിസ്റ്റാണ് സാർ. വരയാ? അല്ല, സിനിമയിലാണ്. സ്വന്തമായിട്ട് കതറുള്ളത് കൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോകും. ഓ, ഖദറിനിപ്പോ അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടല്ലോ. മുഖ്യമന്ത്രി എന്ന നിലയിൽ വൈറ്റ് ഖദറിട്ടെങ്കിൽ ലാളിത്യം കീപ്പ് ചെയ്തിരുന്നെങ്കിൽ യുവാക്കളായ ഞങ്ങൾക്കും അതൊരു ഹരമായേനെ. 50 രൂപയുടെ ഖദറിന്റെ ചീട്ടിത്തുണി അണിഞ്ഞ് ലക്ഷറി കാറിൽ കയറി വിലസി നടക്കുന്ന ലാളിത്യം എനിക്ക് ചേരുകയല്ല. അല്ല, നിങ്ങൾ ഇവിടെ കിടന്നിങ്ങനെ തൊണ്ട കീറാനും മാത്രം നമ്മൾ തമ്മിൽ എന്താകും? തന്റെ ഈ ഖദറിട്ട പ്രസ്ഥാനത്തിന്റെ മുക്കിലോ മൂലയിലോ എവിടെയെങ്കിലും വെച്ച് എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ പാർട്ടി പറഞ്ഞോണ്ടാ. പാർട്ടി പറഞ്ഞാൽ ഉടനെ ഒന്നും ആലോചിക്കാതെ ഇറങ്ങി പുറപ്പെട്ട് ഒരു ഉളുപ്പുമില്ലാതെ ആർക്കു വേണ്ടിയും മുദ്രാവാക്യം വിളിച്ചും കല്ലെറിഞ്ഞും നടന്ന് രാഷ്ട്രീയം കൊണ്ട് മാത്രം കുടുംബം പോറ്റാമെന്ന് ആരും വിചാരിക്കരുത്. പണിയെടുത്ത് കുടുംബം പോറ്റണം. അതിനൊപ്പം നടത്തണം രാഷ്ട്രീയ പ്രവർത്തനം. ഈ സംസ്ഥാനത്തിന്റെ ഭരണ നിർവഹണ കാര്യാലയമാണിത്. ഒരുപാട് മഹാത്മാക്കളുടെ കാലടികൾ പതിഞ്ഞ സ്ഥലം. ഭരണം കിട്ടിയാൽ ഉടനെ മഞ്ചേശ്വരത്തുനിന്നും മലപ്പുറത്തുനിന്നും പുത്തനടുക്കി വെച്ച ബ്രീഫ് കേസുമായി വരുന്ന വമ്പന്മാർക്ക് MLA ക്വാർട്ടേഴ്സിൽ അന്തി ഉറങ്ങാനും ഇതിനകത്തോട്ട് കയറി കാര്യം സാധിക്കാനും ഒത്താശ ചെയ്തു കൊടുക്കുന്ന പെട്ടി രാഷ്ട്രീയക്കാരന്മാരെ ഒന്നും ഇവിടെ വേണ്ട. മജീദേ സർ, ഖദറിട്ട് കക്ഷത്ത് ഡയറിയും തിരികെ ബ്രോക്കർ പണിക്കിറങ്ങുന്ന ഒരൊറ്റൊരുത്തനെ പോലും ഈ കോമ്പൗണ്ടിനകത്ത് ഇനി കണ്ടുപോകരുത്. ഞാൻ ദാമോദരൻ പിള്ള. അറിയാം. സ്വയം ചെലവ് ചുരുക്കി മറ്റുള്ളവർക്ക് മാതൃകയാവാൻ കുറുപ്പ് സാറ് കണ്ടെത്തിയ മാർഗങ്ങളിലൊന്ന് പൊളിറ്റിക്കൽ ആൻഡ് പേഴ്സണൽ ആക്ടിവിറ്റീസിനായി ഒരൊറ്റ സെക്രട്ടറി. ദാമോദരൻ പിള്ള, ഇരിക്കും. താങ്ക് യു സർ. മിസ്റ്റർ പിള്ള, യെസ് സർ. വേർ ഡു വി സ്റ്റാർട്ട്? സർ, തൊമ്മി എന്ന മുഖ്യമന്ത്രി എവിടുന്നാ തുടങ്ങേണ്ടത് എന്ന്? അത് സംശയം വേണ്ട. കുറുപ്പ് സാറിന്റെ സർക്കാർ സഞ്ചരിച്ച വാഹനം എവിടെ നിന്നുവോ വി വിൽ സ്റ്റാർട്ട് ഫ്രം ദേർ. അവിടെ ആ പോയിന്റിൽ നിന്ന് നമ്മൾ നമ്മുടെ സർക്കാരിന്റെ വാഹനം മുന്നോട്ടെടുക്കും. ഇടത്തേക്കോ വലത്തേക്കോ അല്ല, സ്ട്രൈറ്റ് ആൻഡ് സ്ട്രൈറ്റ് ടു ദ പബ്ലിക്, പൊതുജനം. അത് മാത്രമായിരിക്കണം നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം. അവിടെ മെജോറിറ്റിയോ മൈനോറിറ്റിയോ കമ്മ്യൂണിറ്റിയോ ഇല്ല, ഓൺലി പബ്ലിക്. സർ,
Then please arrange a meeting with Chief Secretary, DGP, CAG and AG. Right up. കുറുപ്പ് സാറിന്റെ വിശ്വസ്തരും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നതുകൊണ്ട് ഈ 4 വകുപ്പ് മേധാവികളോടും എനിക്ക് വളച്ചൊടിക്കാത്ത കാര്യങ്ങൾ തുറന്നു പറയാം, അല്ലേ? ഷുവർ സർ. മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു ജനാധിപത്യ മുഖ്യമന്ത്രി അധികാരമേറ്റാൽ ആദ്യം കാണുക ഘടകകക്ഷി നേതാക്കളെയും ഗ്രൂപ്പ് പ്രതിനിധികളെയുമായിരിക്കും. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് യൂഷ്വൽ ട്രാക്ക് ഓഫ് പൊളിറ്റിക്സ്. കക്ഷി രാഷ്ട്രീയത്തിലല്ല, ജനങ്ങളുടെ രാഷ്ട്രീയത്തിലാണ് എനിക്ക് വിശ്വാസം. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ നന്മയ്ക്ക് ഉതകുന്ന നടപടികൾ എടുക്കുവാൻ എനിക്കൊരു പക്ഷേ തോന്നുക ഏതെങ്കിലും തെരുവിലോ ചേരിയിലോ വെച്ചായിരിക്കും. അവ അതിവേഗം നടപ്പിലാക്കിയെടുക്കുവാൻ ഈ 4 പദവിയിലുള്ള വ്യക്തികളും നിരന്തരം എന്നോടൊപ്പം ഉണ്ടാവും. സർ, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഓക്കെ സർ. വരണം. പുതിയ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ അഭിവാദ്യങ്ങൾ. ഹേയ്, എന്താണ് ഇത്? നന്നായി വാ. എഡിറ്റർ പണിന്ന് മാറ്റി നിർത്തിയെങ്കിലും എഴുത്തു പണിന്ന് ഒഴിവാക്കാനാവില്ലല്ലോ. സംസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിലെ 1300 കർഷകരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരിട്ട് അന്വേഷിച്ച് തയ്യാറാക്കിയ ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണിത്. ഈ നാട്ടിൽ പ്രതിപക്ഷ നേതാവിനും പണിയുണ്ടെന്ന് ജനങ്ങൾക്ക് ആദ്യമായി മനസ്സിലാക്കി കൊടുത്ത നേതാവല്ലേ സ്വീകരിച്ചിരിക്കുന്നു. എനിക്കറിയാം, നിന്റെ പാഠപുസ്തകം ഔസേപ്പച്ചന്റെ ഗാന്ധിസമാണെങ്കിലും മനസ്സ് ഞങ്ങളുടെ ചെകുവേരുടേതാണ്. മാർഗമല്ല, ലക്ഷ്യം, അതാണ് പ്രധാനം. പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരു വിപ്ലവകാരുടെ ചങ്കുറപ്പോടെ നീ ഈ നാടിന്റെ പെരുമാറിലേക്ക് ഇറങ്ങണം. സമുദായത്തിന്റെ പേരും പറഞ്ഞു നടക്കുന്ന ദിവ്യ പുണ്യാളന്മാരുടെ കാല് കഴുകി കുടിക്കുന്ന ഒരു ഭരണകൂടം ആവരുന്നുണ്ട്. ഇവരെയൊക്കെ വെല്ലുവിളിക്കാൻ ചങ്കൂറ്റം കാണിക്കുന്ന ഒരു പുതിയ ജനകീയ ഭരണകൂടം, അതായിരിക്കണം നിന്റെ ലക്ഷ്യം. ഗാന്ധിജിയുടെ ഖദറിട്ട കമ്മ്യൂണിസ്റ്റുകാരനായി നിനക്ക് തുടങ്ങാം. ലാൽ സലാം. ലാൽ സലാം. മാളിയേക്കൽ തുമ്മി, ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ഞാനൊരു വലിയ ഉത്തരവാദിത്വമാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നീ അത് ഭംഗിയായി നിർവഹിക്കുമെന്ന് ഈ അപ്പനറിയാം. വാ, എല്ലാരും നിന്നെ കാത്തിരിക്കുക. മോനെ, രാഷ്ട്രീയം ഒരു തൊഴിലല്ല. സഹജീവികളുടെ കണ്ണുനീരും വേദനയും തൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സേവനമാണ്. അതായിരിക്കണം എൻ്റെ മകന്റെ രാഷ്ട്രീയം. ഒരു നാടിനെ രക്ഷിക്കാൻ, ഒരു ജനതയെ സംരക്ഷിക്കാൻ 10 തിന്മകൾ നശിപ്പിക്കേണ്ടി വന്നാൽ അതാകാം. ഇറ്റ് ഈസ് നോട്ട് അൺഡെമോക്രാറ്റിക്. വരുന്ന 6 മാസത്തിനുള്ളിൽ ഈ നാട്ടിലെ ജനങ്ങൾ ജനാധിപത്യ രീതിയിൽ നിന്നെ തെരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ കേരളത്തിന്റെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ എവിടെ നിന്നാലും സാധാരണക്കാരായ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന മുഖ്യമന്ത്രി ആയിരിക്കണം നീ. അങ്ങനെ ഈ നാടിന്റെ പ്രശ്നത്തിനൊരു പരിഹാരമായി. അത് ശരിയാ, പക്ഷേ നമ്മുടെ കാര്യം മാത്രം ഇപ്പോഴും പെൻഡിങ്ങിലോ. നീ എന്നാത്തിനാടി കൊച്ച ഇങ്ങനെ വിഷമിക്കുന്നേ? ആ ക്ലിപ്പിംഗ് ഹൗസിലോട്ട് കയറി അങ്ങ് പുറത്താ പോരായോ? കേരളത്തിന്റെ 20ാമത്തെ മുഖ്യമന്ത്രിയായി മാളിയേക്കൽ തോമസ് ജോസഫ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. 1957 മുതൽ ഇന്ന് വരെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്തതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് സ്ഥാനമൊഴിയുന്ന താൽക്കാലിക മുഖ്യമന്ത്രി വരദരാജൻ പറഞ്ഞു. രാഷ്ട്രീയക്കാരനല്ലാത്ത തുമ്പി മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുക്കുന്നതോടെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ബീഹാറിലെ അടുക്കളയിൽ ചമ്മന്തി അരച്ചോണ്ടിരുന്ന റബ്ബർ ദേവി, റാബറി ദേവി കൈപോലും കഴുകാതെയല്ലേ മുഖ്യമന്ത്രി ആയത്. പക്ഷെ ഇതൊരൽപ്പം കടന്ന കൈയായി പോയി. മാസാമാസം ഡൽഹിയിലോട്ടും ഗുരുവായൂരിലോട്ടും ഒരേപോലെ വെച്ചുപിടിച്ച് 2 ദൈവങ്ങളും കൈവെള്ളയിലാണെന്നും പറഞ്ഞ് അഹങ്കരിച്ച് നടന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? നിങ്ങളുടെ വാക്കിന് വല്ല വില ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആ ചെറ്റയ്ക്ക് പകരം ഞാൻ ആ കസേരയിൽ കയറിയിരുന്നേനെ. ഞാൻ നിന്നെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി അവരോധിച്ചത് ആരുടെ എല്ലാം കയ്യും കാലും പിടിച്ചിട്ടാണെന്ന് നിനക്കറിയാവോ? അതിലും നല്ലത് മന്ത്രിപ്പണിയാണെന്നും പറഞ്ഞ് പോയി ഇലക്ഷനൊന്ന് തോറ്റ് നാണം കെട്ട് രാഷ്ട്രീയ ഭാവി പോയെന്നല്ലാതെ വേറെന്തെങ്കിലും ഗുണമുണ്ടായോ? മുകുന്ദൻജി, ഞാനൊരു ഐഡിയ പറയാം. ആ തുമ്മിയുടെ മന്ത്രിസഭയിലോട്ട് ഇടിച്ചു കയറി ആ മദ്യവകുപ്പെങ്കിൽ അടിച്ചു മാറ്റാൻ നോക്ക്. ഒരാവശ്യമില്ലായിരുന്നു. നിന്റെ ആ ഗുളിജൻ കയറി നാക്ക് വരച്ച് പുറത്തിറങ്ങി ഞാൻ ഇറങ്ങി പോണാടുന്നു. ഇനി അത് ഇതിനകത്തുണ്ടെങ്കിലല്ലേ പുറത്തിടൂ.
കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞ് കൈവിട്ടു പോയതിന്റെ റിഫ്ലക്ഷൻ ആണല്ലേ മുകുന്ദന്റെ ഈ വാക്കൗട്ട്. നൂർദിനെ, വീൽ ചെയറിലാണെങ്കിലും ഞാനിങ്ങനെ ഒരുത്തിന് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ പാർട്ടിയുടെ ഒരു വിലയുള്ളത്. എന്റെ കാലം കഴിയുന്നതിന് മുമ്പ് അവനെ ഒരു സ്ഥാനത്തെത്തിച്ചില്ലെങ്കിൽ. മേനോൻജി വിഷമിക്കണ്ട, എല്ലാറ്റിനും പരിഹാരം ഉണ്ടാവും. ഭരണചക്രം എന്നല്ലേ സാധാരണ നമ്മളൊക്കെ പറയാറ്. അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ വരും, ഇല്ലെങ്കിൽ വരുത്തും. യുദ്ധം ജയിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ സൂര്യനെ മറയ്ക്കാൻ സുദർശന ചക്രം ആയുധമാക്കിയെങ്കിൽ നമ്മളിതാ ഈ ചക്രം ആയുധമാക്കി ശത്രുവിനെ ജയിക്കും. അതിന് പാർട്ടി നിയമങ്ങളും കാഴ്ചപ്പാടുകളും മാറ്റിവെച്ച് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക ശാസ്ത്രത്തിലേക്ക് താൽക്കാലികമായി നമ്മൾ മറുകണ്ഠം ചാടണം. പ്രതിപക്ഷവുമായി ഒരു അലയൻസ്. അങ്ങനെ വന്നാൽ ഇലക്ഷനെ നേരിടാൻ ഒരുങ്ങുന്ന തൊമ്മി മുഖ്യനെ ഭരണചക്രം സ്വപ്നം പോലും കാണിക്കാതെ നമ്മൾ നക്ഷത്രമെണ്ണി